നജീബും സൈനും ഖാദിരയും ഹക്കീമും എല്ലാവരും നമ്മുടെ ഓരോ വായനക്കാരൻ്റെ ഉള്ളിലും നമ്മൾ ഇമാജിൻ ചെയ്ത് വെച്ചേക്കുന്ന രൂപത്തിലും ഭാവത്തിലും എല്ലാം ആണ്. ഓക്കെ, അത് വേറെ വെല്ലുവിളിയാണ്. അത് അവിടെ നിലനിൽക്കെ തന്നെ ഒഫീഷ്യൽ പ്ലേസസ് നമുക്ക് എന്നാൽ ഞാൻ കുറച്ച് രണ്ട് ഡിസൈൻ എക്സ്ട്രാ മാറ്റി ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അത് ചെയ്യുമ്പം അത് കൃത്യത വേണം, അതിൽ ഒന്നും മാറിപ്പോവരുത്. എന്നാൽ ഈ പറയുന്ന സ്ഥലത്ത് ആ കാലത്ത് ഒഫീഷ്യൽ പ്ലേസസിൽ ഫോട്ടോഗ്രാഫി അലൗഡ് ആയിരുന്നില്ല. മൊബൈൽ ഫോട്ടോഗ്രാഫി ഇന്നത്തെ അത്രയും ഉണ്ടായിരുന്നില്ല. അവൈലബിൾ ആവുന്ന ഓൺലൈനിൽ അവിടെ ഇവിടെ കാണുന്ന ഫോട്ടോസ് നമ്മൾ ഇവിടെ ഒരു ബാഡ്ജുണ്ട്, ആ ബാഡ്ജിൽ തൊപ്പിയിലൊരു എംബ്ലം ഉണ്ട്, ആ എംബ്ലം സൂം ചെയ്യുമ്പം അതിന് ക്ലാരിറ്റി ഇല്ല. അപ്പം നമ്മളൊരു വലിയ സ്ക്രീനിൽ ഈ സിനിമ കാണുമ്പം അങ്ങനെ ക്ലാരിറ്റി ഇല്ലാത്ത ഒന്നും കാണാൻ പാടില്ലല്ലോ. ഞാനെപ്പോഴും പറയും, ഈ പറയുന്ന പലതും സിനിമ വരുമ്പോൾ അതിൽ എത്രത്തോളം ഉണ്ടില്ല എന്നെനിക്കറിയില്ല. ഞാൻ പറയുന്നത് കോസ്റ്റ്യൂമിൻ്റെ ആ ഡീറ്റെയിലിംഗ് ഈ ഡീറ്റെയിലിംഗ് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒരു വലിയ ക്രൗഡിൽ ഒരാളുടെ കോസ്റ്റ്യൂമായി പോവാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. പക്ഷെ ഞാൻ എടുത്ത എഫേർട്ട്, ഞങ്ങൾ ചെയ്ത ഒരു റിസർച്ചൊക്കെയാണ് എനിക്ക് പറയാൻ കൂടുതൽ ഇഷ്ടം. അന്ന് അവിടെ മീഡിയയിൽ വർക്ക് ചെയ്ത മൂസ എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യനുണ്ട്. പുള്ളി 30 വർഷത്തോളം അവിടെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലസ് സാറ് എനിക്ക് ആ പുള്ളിക്കാരനെ കണക്ട് ചെയ്ത് ഞാൻ പുള്ളീൻ്റെ കൂടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ പുള്ളീൻ്റെ സൈഡിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ജീവിച്ച പുള്ളീൻ്റെ കയ്യിൽ കുറേ റെഫറൻസ് ഉണ്ടായിരുന്നു. മീഡിയയിലായിരുന്നത് കൊണ്ടും പുള്ളി കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരുപാട് സാധനങ്ങൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 2 ബ്ലസ് സാറ് വർഷങ്ങളായിട്ട് ഇരുന്ന് പഠിച്ചെടുത്ത എല്ലാം എനിക്ക് പകർന്നു തന്നിട്ടുണ്ട്. അതിലെല്ലാം ഉപരിയായിട്ട് ഞാൻ തന്നെ നമുക്ക് ഇതിനോടുള്ള ആടുജീവിതം എല്ലാ സിനിമേനും പോലെ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അത് ആടുജീവിതത്തിൻ്റെ ആ ഫുൾ ഇമോഷൻ നമ്മൾ ഉൾക്കൊണ്ട് ചെയ്യല്ലേ. അപ്പോൾ അതിനു വേണ്ടി കൃത്യമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാനും ഈവൻ ഓരോന്നിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുള്ള ചില ഹിസ്റ്ററികളെ കുറിച്ച് പഠിച്ച് ചെയ്യാനും ഒക്കെ ടൈം ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടി. അത് പഠിക്കാനുള്ള ഒരു മനസ്സ് എനിക്കും എൻ്റെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കായിരുന്നെങ്കിൽ, അല്ലെ എന്നെക്കൊണ്ട് മാത്രമല്ല ആടുജീവിതം കോസ്റ്റ്യൂം കംപ്ലീറ്റ് ആവുന്നത്. എൻ്റെ 3 അസോസിയേറ്റ്സ് ഉണ്ട്, സനൂജ്, റാഫി, സുൽഫിക്കർ. ഇവരുടെ പുറകിൽ വീണ്ടും ഒരു 10-15 പേരുണ്ട്. അവർ മാറി മാറി വരും. പക്ഷെ എൻ്റെ ഈ 3 ടീം മെമ്പേഴ്സും ഈ കഴിഞ്ഞ 6 വർഷം എൻ്റെ കൂടെ നിന്നു. അവർ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്തായാലും എച്ച് ഒ ഡിക്കാണല്ലോ പേര് പോകുന്നത്. അങ്ങനെ അല്ല, അവർ ഈ സിനിമയ്ക്ക് അവരുടെ ഒരു സാലറി ഒന്നും അല്ല അവരിതിൽ കണ്ടിട്ടുള്ളത്. ഈ 6 വർഷത്തിൽ ഷെഡ്യൂൾ വരും പോകും. എപ്പോൾ എല്ലാ ഷെഡ്യൂൾ തുടങ്ങുമ്പോഴും ഇതിനു വേണ്ടി അവർ ഓടി വരുമായിരുന്നു. നമ്മുടെ ഒരു ടീം വർക്ക് ഉണ്ട്. അങ്ങനെയാണ് ആടുജീവിതം. ലാൻഡ് എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ ലാൻഡ് അല്ലല്ലോ, അത് മരുഭൂമി തന്നെയാണ്, അത് വേറൊരു ഭൂപ്രദേശമാണ്. അതിൻ്റെയും കുറച്ച് കാര്യങ്ങളും സാധ്യതകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ അവിടുത്തെ വെയിലെന്ന് പറയുന്നത് സാധാരണ വെയിലല്ല, തണുപ്പും സാധാരണ തണുപ്പല്ല. അപ്പോൾ ഇത് രണ്ടിനും യോജിക്കുകയും വേണം. എന്നാൽ ഇതിൽ വസ്ത്രങ്ങളിൽ വരുന്ന മാറ്റം, കാരണം ഇത് നമ്മൾ സാധാരണ കമേഴ്സ്യൽ അല്ല, ഇത് കുറച്ചുകൂടെ ആഴത്തിൽ ഡീറ്റെയിലിംഗ് ഉള്ള സിനിമയാണ്. പിന്നെ വർഷങ്ങളുടെ പഴക്കം കാണിക്കണം, അധികം ഡ്രസ്സ് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നതും, അതും പടത്തിന്റെ ഇത്രയും നാളത്തെ മേക്കിങ്ങിൻ്റെ ഇടയിൽ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറിനെ വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയാണ്. അതെങ്ങനെ നേരിട്ടു? ഞാൻ പറയായിരുന്നു നേരത്തെ, ഇങ്ങനെ ഞങ്ങളുടെ കോസ്റ്റ്യൂം ബോക്സിനോട് ഞങ്ങൾക്ക് തന്നെ റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഏതൊക്കെ നാട്ടിൽ പോയി വന്നതാന്ന് പറയണ പോലെ അതെത്ര വർഷം ഞങ്ങൾ ഈ പെട്ടിയും ചുമന്ന് നടക്കാന്ന് പറയില്ലേ. ചെറിയ സാധനങ്ങളില്ലേ, ചെറിയൊരു സേഫ്റ്റി പിന്നായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ട് ചെറിയ നൂലിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് വീണ് കിടക്കുന്ന നൂലിൻ്റെ പീസില്ലേ, അതുപോലും നമുക്ക് ഇന്ന് ഈ വർഷം ഉപയോഗിച്ചാൽ പിന്നെ അടുത്ത വർഷമാണ് ഇത് ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് അങ്ങനെ പൊട്ടാതെ തട്ടാതെ കൃത്യമായി ഓർമ്മയും, അതൊരു ടീം വർക്ക്. ഞാൻ പറയുന്നത് ഒരു ടീം വർക്കിൻ്റെ റിസൾട്ടായിരുന്നു. കണ്ടിന്യൂറ്റി മാറിപ്പോവാതെ, കാരണം അറിയാമല്ലോ, വായിച്ചപ്പോൾ അറിയാമല്ലോ, 3 മാസവും 3 വർഷവും അല്ലെങ്കിൽ ഈ സമയങ്ങൾ മാറി വരുമ്പോൾ നമ്മളൊരു കോപ്പി, ഇപ്പം നിങ്ങൾ ഇവിടെ പോസ്റ്ററിൽ അല്ലെങ്കിൽ ട്രെയിലറിൽ കാണുന്ന നജീബിൻ്റെ ഒരു ഡ്രസ്സുണ്ട് ലോങ്, അതിന് തോബ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തോബിൻ്റെ തന്നെ കോപ്പികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇത്ര നാളേക്കുള്ളത് ഇത്, ഇത്ര നാൾ മുതലുള്ളത് ഇത്. അപ്പം അതിൽ നമ്മൾ കൃത്യമായി ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. എന്നാൽ ഇവിടെ നമ്മളൊരു ഡള്ള് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കറ ഇട്ടു. ഈ കറയുടെ ഇതേ വലുപ്പത്തിൽ വേണം ഇതിലും ആ കറ വീഴാൻ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇവിടെ കീറലിട്ടു,
ഈ കീറല് ഇതേ അളവിൽ ഇങ്ങോട്ട് മാറ്റണം, അങ്ങോട്ട് മാറ്റണം, ഈ 8-9 കോപ്പീസിൽ മുഴുവൻ ഇങ്ങനെ ചെയ്യണം. അത് കുറച്ചിങ്ങനെ ഇരുന്ന് കണ്ടിന്യൂറ്റി പോവാതെ ഞങ്ങൾ ഇരുന്ന് ചെയ്തെടുത്തതാണ്. അടിപൊളി. ഈ ജോസഫില് പത്മകുമാറിന്റെ സിനിമയായിരുന്നു ജോസഫില് പുള്ളിക്ക് കൊടുത്തേക്കുന്നത്, നമ്മുടെ ജോയി ചേട്ടന് കൊടുത്തേക്കുന്നത് വളരെ സാധാരണമായിട്ടുള്ള സാധനമാണ്. പക്ഷേ നമ്മൾ കാണുമ്പോൾ തന്നെ ഇയാളുടെ ഒരു സാധനം മനസ്സിലാവുന്നുണ്ട്. ഈ മനുഷ്യനെ നമുക്ക് നാട്ടും പ്രദേശത്ത് കാണുന്ന സാധാരണഗതിയിലുള്ളൊരു സംഭവം. ഇത് നമ്മൾ സാധാരണ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമ്മളായാലും കുഴപ്പമില്ല. പക്ഷേ സിനിമയിലേക്ക് ഇത് വരിക, അതിൻ്റെ അളവ് കൃത്യമായി ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധി വേണ്ട ഒരു പരിപാടിയാണ്. ആ സമയത്ത് നിങ്ങൾ പലതരത്തിൽ ചെയ്യാറുണ്ടാവും. റെഫറൻസസ് ഒക്കെ നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ പിൻട്രസ്റ്റിനെയൊക്കെ ആശ്രയിക്കാറുണ്ട്. പക്ഷേ നിങ്ങളുടെ റെഫറൻസിലേക്ക് ഈ പിൻട്രസ്റ്റ് വന്നാൽ പോരായിരിക്കും. ചിലപ്പോൾ അതിനകത്ത് നിന്നൊക്കെ കിട്ടുമായിരിക്കും. ചില വേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ എസ്ര പോലെയുള്ളൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റെഫറൻസ് ഗുണകരമായിരിക്കുമായിരിക്കും. പക്ഷേ ഇതിലൊക്കെ എന്ത് തരം ബുദ്ധിയാണ് ഉപയോഗിക്കുക? എന്താണ് ചിന്ത ആ സമയത്ത്? ജോസഫ് ആവട്ടെ, അങ്കമാലി ഡയറീസ് ആവട്ടെ, ചില സിനിമകൾ കാണുമ്പോൾ ആളുകൾ പറയും ഇതിലിപ്പോൾ എന്താ ഉള്ള ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ലല്ലോ. ആക്ച്വലി ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ തോന്നിപ്പിച്ചതാണ് ഞങ്ങളുടെ വിജയം എന്നുള്ള സാധനം ഉണ്ടല്ലോ. വളരെ നാച്ചുറൽ ആയിരുന്നു എന്നുള്ളത്. കോസ്റ്റ്യൂം ആരും ചെയ്യാത്ത ഫീൽ, അതായത് നോട്ട് ചെയ്തിട്ടില്ല ഒരു കോസ്റ്റ്യൂം ഡിസൈനറെ, അത്രയും ഇഴുകി ചേർന്ന് പോയിന്നല്ലേ അതിൻ്റെ അർത്ഥം. ജോസഫിലൊക്കെ ആണെങ്കിൽ ജോയിച്ചേട്ടൻ്റെ ക്യാരക്ടറിനെ അയൺ ചെയ്തിട്ട് പോലും ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല ഒന്നും. അയാളുടെ അവസ്ഥ, അയാളുടെ മാനസികാവസ്ഥ, അയാൾ എല്ലാ ദിവസവും അയൺ ചെയ്ത് പെർഫെക്റ്റ് ആയിടുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെ കോസ്റ്റ്യൂംസിൽ ഉണ്ടാവുന്ന ചുളുക്കുകളൊക്കെ അടക്കം അങ്ങനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ചില സിനിമകൾക്ക് കൃത്യമായ കളർ പാലറ്റ് ഉണ്ടാകും. 7000 കണ്ടി എന്ന് പറഞ്ഞ സിനിമ, അതിനൊരു എർത്തി ടോണയാണ്. ഗപ്പി വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ആടുജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ നജീബിൻ്റെ കഥാപാത്രത്തിനൊരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ. അതായത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ രീതിയിലും ആ കളർ മാറ്റമുണ്ട്. ജീവിതത്തിൻ്റെ കളറാണ് ഞാൻ പറയുന്നത്. അത് വിഷ്വലി കാണിക്കുമ്പം കോസ്റ്റ്യൂമിലും അതൊരു രീതിയിൽ ഞങ്ങൾക്കും അതിൽ പ്രാധാന്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ്. കാരണം നാട്ടിലെ വിഷ്വൽസും മരുഭൂമിയിലെ വിഷ്വൽസും കാണുമ്പം അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം അതിലൊരു കളർ പാലറ്റ് ഉണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ എല്ലാത്തിലും കളർ പാലറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റീവ്സ് ഒരു ഫ്രീഡത്തിനെ അത് ബാധിക്കാറുണ്ട്. ആറാട്ട് ചെയ്യുമ്പോൾ ബി ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ പടമാണ്. ആറാട്ട് ചെയ്യുമ്പോൾ വേറൊരു രീതിയിലാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഒരു കളർഫുൾ സിനിമയാണ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കളർ അയക്കണം, അത് ആൾക്കാരെ ആകർഷിക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളൊരു ധാരണ ഉണ്ടാവും. അപ്പോൾ എല്ലാം ഇങ്ങനെ പ്രൊജക്റ്റ് നിൽക്കുന്ന രീതിയിലായിരിക്കണം, എന്നാൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവുകയും ചെയ്യണം. അപ്പോൾ അവിടെയാണ് ഒരു എസ്തെറ്റിക്, ഒരു ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഒരു മൈൻഡ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം കളേഴ്സ് വരണമെന്നുള്ളതും കളർ പ്രൊജക്റ്റ് ചെയ്യണമെന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ചില ഡ്രസ്സൊക്കെ മുഴച്ച് നിൽക്കണം, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ടായിരിക്കും സെറ്റ് ചെയ്യുന്നത്. അതൊരു സുഖമുള്ള ഒരു ഏർപ്പാടാണ് ഒരു തരത്തിൽ. പക്ഷേ എവിടെയൊക്കെയോ നമുക്ക് ചിലപ്പോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതെന്താ കുറേ കളേഴ്സ് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സ്പേസും കൂടിയാണ്. അതെങ്ങനെയായിരിക്കും മാനേജ് ചെയ്യുക? അത് ഡയറക്ടറെ ഡിപ്പെൻഡ് ചെയ്യുമോ അതേ നമ്മുടെ മനസ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമോ? ആറാട്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും അതൊരു വാം ടോൺ പാലറ്റിൽ നമ്മൾ DOP വിജയ് ഉലകനാഥ് ആയിരുന്നു. അപ്പോൾ അതേ റെഫറൻസിൽ വാം ടോൺ വെച്ച് തന്നെ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട് എന്ന് അറിഞ്ഞ് റെഡും ഓറഞ്ചും യെല്ലോയും ഗ്രീനും തുടങ്ങിയ പ്രൈമറി കളേഴ്സ് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ്. അങ്ങനെ തന്നെ ആയിരുന്നു അതിൻ്റെ ഡയറക്ടറും ക്യാമറാമാനും അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതും. കളർ വൈസ് ഇങ്ങനെയാണ് ഇതിൻ്റെ ടോൺ എന്നുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അതിന് മുമ്പായിട്ടുള്ള എല്ലാ സിനിമകളിൽ നിന്നും കംപ്ലീറ്റ്ലി ടോൺ മാറിയ ഒരു സിനിമയാണ്. ഇപ്പം മിസ്റ്റർ ഫ്രോഡ് ആയാലും ഗ്രാൻഡ് മാസ്റ്റർ ആയാലും എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഒരു ഇല്ല അന്നൊക്കെ ഞാൻ ഫാഷൻ ഡിസൈനിങ് എനിക്കറിയില്ല ഗ്രാൻഡ് മാസ്റ്റർ എപ്പോഴാണോ ഇയർ അറിയില്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നില്ല. സാറും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊരു പരിപാടി ട്രൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. കളർ വൈസ് സാറിൻ്റെ സിനിമയിലൊന്നും അങ്ങനത്തെ കളറ് അതിന് മുമ്പും അതിന് ശേഷം കണ്ടിട്ടില്ല എന്ന് പറയുന്ന പോലെ. ഈ അനിൽ രാധാകൃഷ്ണ മേനോനെ എങ്ങനെയാണ് കൺവിൻസ് ചെയ്തത് പടത്തിന് വേണ്ടിയിട്ട്? അന്ന് എൻ്റെ പ്രായത്തിൽ 23 വയസ്സോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രായത്തിൽ എൻ്റെ ഒരു വിചാരം നമ്മൾ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കര ഓവർ എക്സൈറ്റഡ്, ഓക്കെ ഇങ്ങനെ 2 എക്സ്പ്രഷൻ ഇട്ടിട്ട് അത് നിങ്ങൾ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങൾ സൂപ്പറാണെന്ന് എനിക്കങ്ങ് തോന്നിപ്പിക്കണം. ഇതാണ് അനിലേട്ടൻ്റെ പക്ഷേ ഇതൊക്കെ കിട്ടുന്നുണ്ട്. അനിലേട്ടൻ്റെ അടുത്ത് ഞാൻ ചാൻസ് ചോദിച്ച് വിളിക്കുന്നു, വീട്ടിൽ വരാൻ പറയുന്നു.
അവിടെ ഫുൾ ഫാമിലി എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ചാൻസ് വയ്ക്കാൻ പോകുമ്പോൾ ഞാൻ മറ്റേ ഏതോ വർഷങ്ങൾക്ക് ശേഷം ഒരു അതിഥി വരുന്ന പോലെയാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്നു, വന്നവിടെ ഇഡ്ഡലി സാമ്പാറും കഴിക്കും, ഓ സന്തോഷം കഴിക്കുന്നു. എന്നിട്ട് പറയാണ് ഞാനിങ്ങനെ ഒരു അടുത്ത പരിപാടി പ്ലാൻ ചെയ്യുന്നത് 500 വർഷം മുമ്പ് മരത്തിൻ്റെ മുകളിൽ താമസിച്ച ആളുകളെ കുറിച്ചൊരു കഥയാണ്. ഞാനൊരു 4 എക്സ്പ്രഷൻ അപ്പം തന്നെ ഇട്ട്, കാരണം എനിക്കിത് അപ്പം തന്നെ വേണം, വാ വാ സൂപ്പർ എന്നൊക്കെയുള്ള രീതിയിൽ. അന്ന് എൻ്റെ വിചാരം എനിക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാനിതൊക്കെ എങ്ങനെയാലും ഈ സിനിമ വേണമെന്നുള്ള രീതിയിലാണ്. എൻ്റെ ഈ ഓവർ റിയാക്ഷൻ കണ്ടപ്പോൾ പുള്ളി വിചാരിച്ച് കൃത്യമായിട്ട് കിട്ടിയതാന്ന്. പുള്ളി ഒരു പേപ്പറും പേനും എടുത്ത് തന്നിട്ട് എന്നൊന്ന് വരച്ച് കാണിക്കുന്നു. എൻ്റെ കിളി പോയി. കാരണം ഒന്നാമത് ഞാൻ ഭയങ്കര നന്നായി വരയ്ക്കുന്ന ആളല്ല, രണ്ടാമതൊരാളിങ്ങനെ പെട്ടെന്ന് പറയുമ്പം ഞാൻ ഇങ്ങനെ കോൺഷ്യസ് ആയി എന്തൊക്കെയോ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച്. പുള്ളി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സാമ്പിൾ ചെയ്ത് വരൂ എന്ന് പറഞ്ഞു. എനിക്ക് അസിസ്റ്റൻ്റ് ഒന്നും ഇല്ല അന്ന്. ഇന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളെ ടീമൊക്കെ ഉണ്ട്. ഞാൻ കൊച്ചി വന്നിട്ട് വരച്ചത് എന്താന്ന് പോലും എനിക്ക് അന്നേരം ഓർമ്മ പോലും ഇല്ല. ഞാൻ കുറച്ച് തുണിയൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് ടൈലറെ പോയി കണ്ട് പുള്ളീനെ എങ്ങനെയൊക്കെ ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ്, ട്രീ ഹൗസ് ആണെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു സംഭവം ഉണ്ടാകും. മരത്തിൻ്റെ മുകളിൽ കയറും ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ കവേർഡ് ആവുന്ന സാധനം, അതായത് പാൻറ് അല്ല, എന്നാൽ സ്ത്രീകൾ പുരുഷന്മാരൊക്കെ കയറുമ്പം അവർക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു ഡ്രേപ്പിംഗ് സ്റ്റൈലാണ്. സ്റ്റിച്ച് ചെയ്യുന്നതല്ല, നമ്മൾ ഉടുക്കുന്നതാണ്. ഇത്തരം ഐഡിയകൾ വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഞാൻ തന്നെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് എൻ്റെ മുകളിൽ ഇട്ട്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു. അതായത് എനിക്ക് വേറെ ആളെ കൊണ്ട് കാണിക്കാനുള്ള ഒരു അവസ്ഥ അന്നില്ല. ഇട്ട ഡ്രസ്സിൻ്റെ മുകളിൽ ഞാൻ തന്നെയാണ് ആ 7000 രൂപയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കാണിച്ചു കൊടുത്തു. പുള്ളി അപ്പോൾ ഒരു 1100 രൂപ എൻ്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തന്നെ എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ. ആ ഡെഡിക്കേഷൻ ആയിരിക്കും നിങ്ങളത് ഇട്ട് കാണിക്കുമ്പോൾ, അതെ, ഒരു കുട്ടിയെ പോലെ അത് കാണിക്കുമ്പോൾ കണ്ടപ്പോഴായിരിക്കും. ഇപ്പം ചില ആർട്ടിസ്റ്റുകൾക്ക് ചില മെറ്റീരിയൽ അലർജി ആവാറുണ്ട്. പോളിസ്റ്റർ കൂടിയ മെറ്റീരിയലൊക്കെ അവർക്ക് സ്കിന്നിന് ഭയങ്കരമായിട്ട് റബ്ബായിട്ട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും, നമ്മളത് മാറ്റിക്കൊടുക്കും. ചിലത് മാറ്റിക്കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ 7000 കണ്ടിയിലെ കോസ്റ്റ്യൂം, അല്ലെങ്കിൽ രാജ്ചേട്ടൻ്റെ ഈ കോസ്റ്റ്യൂം, ഇതിനൊന്നും നമുക്കൊരു വേറെ സൊല്യൂഷൻ ഇല്ല. ആടുജീവിതത്തിൽ തന്നെ നമ്മൾ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുമ്പം നമ്മൾ തെർമൽസും ബൂട്ട്സും അതൊക്കെ ഇട്ട് ഭയങ്കര കംഫർട്ടബിൾ ആയി അവിടുത്തെ കാലാവസ്ഥേനെ പ്രതിരോധിക്കാൻ റെഡിയായിട്ട് ഞങ്ങൾ നിൽക്കുമ്പോഴാണ് മരുഭൂമിയിലല്ല ഒരു നാട്ടിലും ഒരു രീതിയിൽ സ്യൂട്ട് ആവാത്ത ഈ കോസ്റ്റ്യൂം പുള്ളിക്ക് കൊടുക്കുന്നത്. അതും പാകമല്ലാത്ത ഷൂ ആണ് പുള്ളി ഇടുന്നത്. വേറെ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇത്രയും വർഷം ഈ കഴുകാത്ത കോസ്റ്റ്യൂം, ഇതിലെ ചെളിയൊന്നും ആർട്ടിഫിഷ്യൽ ചെളിയല്ല, ഇത് ഒറിജിനൽ ചെളിയാണ്, ഒറിജിനൽ പൊടിയാണ്. ഒരു രീതിയിലും നമുക്ക് കുറച്ച് കളർ മിക്സ് ചെയ്ത് ഒരു ആർട്ടിസ്റ്റ് ഇടുന്നതല്ലേ. അപ്പം നമ്മൾ അവരെ ആ രീതി നടക്കൂല. ആടുജീവിതത്തിൽ അത് നടക്കില്ലായിരുന്നു. അത് ആ മനുഷ്യന് അത് മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ടാണ്, അതിൻ്റെ ആ ഡെഡിക്കേഷനാണ്. അങ്ങനെ മനസ്സിലാക്കും ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ. അങ്ങനെ എല്ലാവരും എന്ന് ഞാൻ പറയില്ല, ചിലർ ബുദ്ധിമുട്ടുകൾ കാണിക്കാറുണ്ട്. അത് പരിഹരിക്കാൻ പറ്റുന്ന ബുദ്ധിമുട്ടുകളാണെങ്കിൽ നമ്മൾ അങ്ങ് പരിഹരിച്ച് കൊടുക്കും, അല്ലാത്തത് ഞങ്ങൾ വാശി പിടിക്കും. അങ്ങനെയൊക്കെ ആ റിസ്ക് എടുത്തതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒന്നാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള മണൽക്കാറ്റും അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റങ്ങളും വരുന്നൊരു സ്ഥലമാണ് മരുഭൂമി. മരുഭൂമി തന്നെ വലിയൊരു അക്കാഡമിക് സ്റ്റഡിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആടുജീവിതം വായിക്കുന്ന സമയത്തും ഇനിയും കുറേ കൂടെ പഠിച്ച് വേണം മരുഭൂമിയെ മനസ്സിലാക്കാനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനും മരുഭൂമിയെക്കുറിച്ച് അല്ലാതെ വായിക്കുന്നത്, ആടുജീവിതം വായിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മരുഭൂമികൾ ഉണ്ടാകുന്നത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയത് ഈ മരുഭൂമികൾ എന്താണെന്നൊക്കെ സംബന്ധിച്ചുള്ള നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു ലാൻഡിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ക്യൂരിയോസിറ്റിയാണ്. ഈ ലാൻഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, വേറെ സിനിമകൾക്ക് പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ സ്റ്റെഫി, അവിടെ പോകുമ്പോൾ എന്തായിരുന്നു മരുഭൂമിയെ നേരിടുക എന്ന് പറയുന്നത്, ക്രൂ നേരിടുക എന്ന് പറയുന്നത് വേറൊരു വെല്ലുവിളിയാണ്. ആർട്ടിസ്റ്റ് നേരിടുക എന്ന അപ്പുറത്തേക്ക് ക്രൂ നേരിടുക എന്ന് പറയുന്നത് വേറൊരു വെല്ലുവിളിയാണ്. അതെങ്ങനെയാണ് അത് ജീവിച്ചത്? ഇപ്പം ഞാൻ ത്രൂ ഔട്ട് ഡെസേർട്ടിൽ നിന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട്, ഇപ്പം ഞാനുള്ള സമയത്തായാലും നമ്മൾ രാവിലെ എഴുന്നേറ്റ് അവിടെ ചെല്ലുമ്പോഴാണ് മണൽക്കാറ്റ് വരുന്നു, നമ്മൾ തിരിച്ചു വരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ചോദിച്ച പോലെ എൻ്റെ ആദ്യത്തെ മരുഭൂമി അനുഭവമാണ്. അപ്പം ആദ്യം നമ്മൾ എന്താണ് മരുഭൂമി പോകുന്നത്, ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ചെല്ലുന്നു. വൈകുന്നേരം തിരിച്ചു വന്ന് മുഖം കഴുകിയത് എനിക്ക് ഓർമ്മയുള്ളൂ. നീറിയിട്ട് മണൽക്കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ തുടച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ഇതെന്താണ്, എൻ്റെ ഫേസ് സ്ക്രാച്ച് വീണിട്ട് ഭയങ്കരമായിട്ടും ചെറിയ ഇതായിപ്പോയായിരുന്നു ഫേസ് നിറയെ. പിറ്റേ ദിവസം മുതൽ
മേക്കപ്പുകാരുടെ വെറ്റ് ക്ലോത്ത് ഇല്ലേ, അത് ഇങ്ങനെ കെട്ടി എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ, ഈ മരുഭൂമിയിൽ ഇത്ര ദിവസം നിന്നിട്ട് ഒരു ഫോട്ടോയിൽ പോലും എൻ്റെ മുഖമില്ലല്ലോ. കാരണം ഞാൻ തുണി വെച്ച് മൂടി കണ്ണാടിയും വെച്ച് എൻ്റെ ഒന്നും തിരിയില്ല, ആ അവസ്ഥയിലാണ് ഞാൻ. പിന്നെ വളരെ സന്തോഷമായിരുന്നു ചെയ്ത ഒരു മധുരമനോഹര മോഹം. ആരും അങ്ങനെ പണ്ടും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഫസ്റ്റ് ഡേ ഓടി വന്ന് കാണുന്ന കാസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പടമൊന്നും അല്ലായിരുന്നു. മെല്ലെ മെല്ലെയാണ്, ഒരു 2-3 ദിവസം കൊണ്ടാണ് സിനിമ പെട്ടെന്ന് ആളുകളിലോട്ട് എത്തിയത്, ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ നമ്മൾ പറഞ്ഞ ചില പൊളിറ്റിക്സ്, അത് ഈ ഹ്യൂമർ ഫീൽ ഗുഡ് എന്ന് പറയുമ്പോഴും ചില പരാമർശങ്ങളും പരിപാടികളും, പിന്നെ ഒരു പെൺകുട്ടീൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുവരെ മലയാളത്തിൽ നമ്മൾ കാണിക്കാത്ത ഒരു സ്ത്രീ, ഞാൻ പറയുന്നത് മോട്ടിവേഷൻ സ്ത്രീ അല്ല കേട്ടോ, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീ എംപവർമെൻറ്റ് സിനിമയോടും ഞാൻ കാണാൻ ഇഷ്ടമാണെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യും തോന്നുന്നില്ല. എനിക്ക് പെൺകുട്ടികളുടെ ഫൺ, എൻ്റെ ചുറ്റുമുള്ള സ്ത്രീകളുടെ കുറേ ഫൺ സാധനങ്ങളില്ലേ, പ്രണയം, അതൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ പടം കാണാത്തതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽസ് ചോദിക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഗോട്ട് ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ ആടുജീവിതം എന്തായാലും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വർക്ക് തന്നെയാണ്. അത് ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിട്ട് വർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തേക്ക് നിന്ന് നോക്കുമ്പോൾ സിനിമയുടെ ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 28-ന് റിലീസാണ്. നമ്മൾ അമിത പ്രതീക്ഷയിലാണ്. 2 പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. ഒന്ന്, ആടുജീവിതം നോവൽ വായിച്ചവരുടെ ഒരു കാര്യമുണ്ട്. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നജീബ് പറഞ്ഞ വീഡിയോസ്, ആ വീഡിയോസ് ഫുൾ ലെങ്ത് വീഡിയോസാണ് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടാണ് മൂന്നാമത് എക്സൈറ്റ്മെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ ചില കഥകളൊക്കെ നമുക്കറിയാം, ഇനി നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണം, ഒന്ന് കാണിക്കേ എന്നുള്ളതാണ് നമ്മുടെ ഒരു, ഇതിനെ എങ്ങനെ മറികടക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. ആടുജീവിതത്തിൽ ബ്ലെസ് സാർ ഇത്രയും വർഷം ഇരുന്ന് സമയമെടുത്ത് ചെയ്തത് ഇതെല്ലാം മറികടക്കാനുള്ള ഒരു മരുന്നുമായിട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് കോസ്റ്റ്യൂം ഡിസൈനർ ആയിട്ടല്ല, ഞാൻ ഒരു പ്രേക്ഷകയായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഓരോ വായനക്കാരൻ്റെ ഉള്ളിൽ ഓരോ ആടുജീവിതം ഉണ്ട്, സിനിമയായിട്ടോ കഥയായിട്ടോ വിഷ്വലായിട്ടോ എന്തായാലും. പക്ഷെ അതിനപ്പുറം നിങ്ങളുടെ കാഴ്ചയ്ക്കപ്പുറം ഉള്ളൊരു കാഴ്ച ഉള്ളത് കൊണ്ടാണ് ആടുജീവിതത്തിൽ നമ്മളടക്കം വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഓരോരുത്തരെയും എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. പൃഥ്വിരാജിൻ്റെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷനെ കുറിച്ച് കൂടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം. പർട്ടിക്കുലർ ഒരു സീൻ എടുക്കുമ്പം വെള്ളം പോലും കുടിച്ചില്ല, ഫുഡ് ഇല്ല എന്നുള്ളത് സത്യം, ഒരു ഫുൾ ഡേ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ചുളിവുകൾ തന്നെ വന്നു തുടങ്ങും, അല്ലാതെ ഫുഡും ഇല്ല വെള്ളവും ഇല്ല. അപ്പം അത്രയും തലകറങ്ങി വീണ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പുള്ളിയുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഇനി ഇതൊരു അത്ഭുതമാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അത്ഭുതമാണ് ആടുജീവിതം, ആ ഒരു മാറ്റം എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. നജീമിനെ കാണുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നതെന്ന് നമുക്കിപ്പോഴും പറയാൻ പറ്റുന്നില്ല. അത് പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇനിയെല്ലാം സ്ക്രീനിൽ കാണാം. ഓക്കെ, താങ്ക് യു. മുന്നോട്ടുള്ള പോക്കിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.